ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അറിവിൻ കണങ്ങളും അലിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനേ, അടിയങ്ങൾ കേകണേ തമ്പുരാനേ, അടിയങ്ങൾ കേകണേ തമ്പുരാനേ. പ്രിയമുള്ളവർ, നമ്മുടെ CM ഹോണ്ട 11 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ച ഒരുപാട് നല്ലവരായ വ്യക്തികൾ നമ്മോടൊപ്പമുണ്ട്. ഞങ്ങളുടെ വിജയ പ്രയാണത്തിന് സഹായിച്ച ഒട്ടനവധി നല്ലവരായ നാട്ടുകാരും അതുപോലെ എൻ്റെ സഹപ്രവർത്തകരും എല്ലാം കൂടിച്ചേർന്നപ്പോഴാണ് ഞങ്ങൾ ഉയരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പറന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ലിമിറ്റേഷൻസ് ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾ ഈ ലിമിറ്റേഷൻസിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയാണത്തിന് സഹായിച്ച ഒട്ടനവധി വ്യക്തികളുണ്ട്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തു തന്നെയായാലും മുകേരി പഞ്ചായത്തും പാനൂർ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഞങ്ങളെ തോളോട് തോള് ചേർന്നുകൊണ്ട് പോലെ തന്നെ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രയാണം തുടരാൻ സാധിച്ചത്. ഒരു സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളും ആളുകളുടെയും സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ കേരളം സുന്ദരമായ കേരളമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ പറയുന്ന നമ്മുടെ സുന്ദരമായ കേരളത്തിൽ നമുക്കറിയാം, പ്രകൃതി കൊണ്ടും സൗന്ദര്യം കൊണ്ടും കാലാവസ്ഥ കൊണ്ടും അനുഗ്രഹീതമായ നമ്മുടെ കേരളമാണ്. ഈ കേരളത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ രംഗങ്ങളിലും അതുപോലെ നമ്മുടെ ആരോഗ്യ രംഗങ്ങളിലും ഒട്ടനവധി മാറ്റങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ടുവന്നെങ്കിലും
നമ്മുടെ തൊഴിൽ ഇല്ലായ്മ രംഗത്ത് ഒരു വലിയ കുറവ് തന്നെ കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പറയുന്നത് ഒരു പഞ്ചായത്തിൽ ഇത്തരം സംരംഭങ്ങൾ വരുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 25ഓളം തൊഴിലാളികൾക്ക് നേരിട്ടും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിന്റിങ്, ഡെന്റിങ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ അങ്ങനെ 50ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു നേട്ടമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. ഇത്തരം സംരംഭങ്ങൾക്ക് നമുക്കറിയാം, ഏറ്റവും ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ആരും തന്നെ പുതിയ സംരംഭം തുടങ്ങുന്നതിന് മടിച്ചു കാണിക്കുകയാണ്. അടുത്ത കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിദേശ യാത്രകൾ സംഘടിപ്പിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ സർക്കാർ അവരെ IT മേഖലയിലും മറ്റും വലിയ ബുദ്ധിമാന്മാരായ കുട്ടികളെ തീർത്തെങ്കിലും അവരെ ഉപയോഗിക്കപ്പെടുന്നത് നമ്മുടെ സായിപ്പാണ്. സായിപ്പ് ബുദ്ധിമാനാണ്. ഒരു കുട്ടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ 20-25 ലക്ഷം കൊടുക്കണം. കേരളത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികളാണ് പറമ്പും പണയപ്പെടുത്തിയിട്ട് നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. ഈ കുട്ടികളെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ ഒരു നേട്ടമായി നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നതിന് കൂടുതലായിട്ടും എൻ്റെ ഔദ്യോഗിക കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാനൂർ മുനിസിപ്പൽ കൗൺസിലറായ പ്രവീൺ സാറാണ്. അദ്ദേഹം നമ്മുടെ ഈ ആരംഭകാലത്ത്, നമ്മുടെ തുടക്കകാലത്ത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സർവീസ് സെക്ടർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട അശോകേട്ടൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം, അധ്യാപന ജീവിതം അത് തീരുന്നതിന് മുമ്പേ തന്നെ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പാർട്ട്ണറായിട്ടുള്ള ഇന്നും വിദേശത്ത് പ്രവാസിയായി തുടരുന്ന ശ്രീ ചെമ്പടത്ത് പവിയേട്ടൻ, അവരുടെയും കൂടി ആഗ്രഹങ്ങൾ അത് രണ്ടും കൂടി ഒത്തുചേർന്നപ്പോൾ
നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം വന്നിരിക്കുക. ഇവിടെ ദീപാവലി നാളിൽ നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത. ഇരുട്ടിൽ വെളിച്ചമായി, അവിടെ തിന്മയ്ക്കെതിരെ നന്മയുടെ സന്ദേശമായി, അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക് എന്നുള്ളൊരു സന്ദേശം പങ്കിടുന്ന ഒരു ദിവസം. നമ്മൾ ഈ ദിനത്തെ കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു ദിനത്തിൽ തന്നെ നമ്മുടെ ഈ 11ാം പിറന്നാൾ വരാനുണ്ടായൊരു സാഹചര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ രണ്ടുപേരുടെയും മനസ്സിൽ ഉദിച്ചിട്ടുള്ള ഒരു ആശയമാണ്, ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. 14 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഇങ്ങനെയൊരു സംരംഭം ആരംഭിക്കുന്നതിന് കാരണമായിട്ടുള്ളതും, തുടർന്ന് ഇങ്ങോട്ട് 30-ൽ പരം ആളുകൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരുമാനമുള്ള ഒരു സ്ഥാപനമായി കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറാൻ കഴിയുന്നതും, നമ്മുടെ മുകേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ഇത് ഉയർന്നു വന്നതും ഏറെ അഭിമാനകരവും സന്തോഷകരവുമാണ്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ 2 സുഹൃത്തുക്കളുടെയും സ്ഥാപനത്തിലേക്ക്, 2 സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ പലർക്കും അറിയുമോ എന്നറിയില്ല, ഇവരുടെ 2 പേരുടെയും ഭാര്യമാർ ജ്യേഷ്ഠത്തി അനുജത്തിമാരാണ്. ഇവർക്ക് ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്തും ആവേശവും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അവരും കൂടി ഉണ്ടാവും. ഇവിടെ അശോകേട്ടൻ്റെ ഭാര്യ എൻ്റെ കൂടെ തന്നെ ബ്രണ്ണൻ കോളേജിൽ പഠിച്ച ഒരു സഹോദരിയാണ്. ഭവിയേട്ടനാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ നമ്മൾ വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ചെമ്പടത്ത് എന്ന തറവാട്ടിൽ, അവിടെ ഒരു പ്രദേശത്തിൻ്റെ ജനങ്ങളെയാകെ ഒരു കാലത്ത് 10-30 വർഷങ്ങൾക്ക് മുമ്പേ മൂവേരിവയലും പരിസരത്തുമുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വയറ്റപ്പിഴപ്പിനുള്ള നെല്ലും അതേപോലെ തന്നെ പച്ചക്കറികളും കൃഷികളൊക്കെ നടത്തുന്ന ഒരു കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി. ആ വ്യക്തികളുടെ 2 വ്യക്തികളുടെ വലിയൊരു മനസ്സിൻ്റെ ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു CM ഹോണ്ട എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉദിച്ചുയർന്നത്. നാൾക്ക് നാൾ ഈ സ്ഥാപനം വളർന്നു വരികയാണ്. നമുക്കൊരിക്കലും അതിനെ തമസ്കരിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിൻ്റെ വിജയം ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വിജയമാണ്. അവർ നടത്തുന്ന സേവനം, അവർ ജനങ്ങൾക്ക്, അവരുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന പിന്തുണ, അങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഈ സ്ഥാപനം വിശ്വാസം നേടിയെടുത്തത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച, ആ വളർച്ച ആഘോഷിക്കുന്ന 11ാമത്തെ വർഷം ഈ വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ അവസരം നൽകിയിട്ടുള്ള ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പാനൂർ മുനിസിപ്പൽ കൗൺസിലർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിട്ടുള്ള PK പ്രവീണിനെ ക്ഷണിക്കുകയാണ്. ആദരപൂർവ്വം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ചുമതലയുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്, പറയാതിരിക്കാൻ വഴിയില്ല. ആദ്യമായി ഞാനൊരു ക്ഷമാപണം നടത്തുകയാണ്. കാരണം 6:30 ഉദ്ഘാടനത്തിന് എത്തണമെന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ നാദാപുരത്തെ തിരക്കിൽ പെട്ടുപോയതുകൊണ്ട് ബ്ലോക്കായതാണ്. അപ്പോഴും ഓർമ്മ വന്നത്, കാറിന് പകരം CM ഹോണ്ടയുടെ ഒരു ഹോണ്ട ആയിരുന്നെങ്കിൽ ബ്ലോക്കൊന്നുമില്ലാതെ പെട്ടെന്ന് എത്താമായിരുന്നു എന്ന് അപ്പോൾ ഒന്ന് ചിന്തിച്ചു പോയിരുന്നു. അവിടെയാണ് നമ്മൾക്ക് CM ഹോണ്ടയെ പറ്റിയുള്ള സൈക്കിളിൻ്റെ മേന്മയെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്. CM തറവാടിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹോണ്ട സ്ഥാപനം തുടങ്ങിയിട്ട് 11 വർഷമായിരിക്കുകയാണ്. ഒരു സ്ഥാപനം ഈ കാലഘട്ടത്തിൽ 11 വർഷം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൽ നേതൃത്വം നൽകുന്ന മാനേജ്മെൻറ്റ് പ്രവർത്തകരുടെയും അതേപോലെ ജീവനക്കാരുടെയും
കൂട്ടായ്മയുടെ ഫലമായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പലതരം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറകൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റങ്ങളും സാങ്കേതിക മേഖലയിലുള്ള മാറ്റങ്ങൾക്കും വേണ്ടി പുതിയ തലമുറകൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ അത് മാറ്റിമറിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിന് അതിനുവേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ പുതിയ സർക്കാർ തുനിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു വ്യാവസായിക സംരംഭം ഇപ്പോൾ തുടങ്ങണമെങ്കിൽ നിഷ്പ്രയാസം കെ സ്മാർട്ട് എന്ന ഓൺലൈൻ പദ്ധതിയുടെ പെട്ടെന്ന് തന്നെ ലൈസൻസ് കൊടുക്കാനുള്ള സംരംഭമായി മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ കേരള സംസ്ഥാനത്തിൽ പ്രത്യേകിച്ച് പുതിയ സംരംഭം തുടങ്ങാത്തതിന് ഒരു പ്രധാന കാരണം നമ്മുടെ ജനങ്ങളും യൂണിയനുകളുടെയും ഒരു പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അവരുടെ ആവശ്യത്തിനനുസരിച്ച് വരുമ്പോൾ സമരമുറകൾ കേരള സംസ്ഥാനത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കുമ്പോഴാണ് പലരും സംസ്ഥാനം മാറിക്കൊണ്ട് അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നത്. പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ അതിന് മാറ്റം മറിച്ചുകൊണ്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെല്ലാം IT മേഖലയിലും പ്രൊഫഷണലിസ്റ്റുമായിട്ട് മാറുമ്പോൾ അതനുസരിച്ച് സംസ്ഥാനം ഭരിക്കുന്നവരും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സുലഭമായി കേരളത്തിൽ പഠിച്ച മക്കൾക്ക് ഇവിടെ തന്നെ സ്ഥാപനം തുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ജീവനക്കാരുടെ പെരുമാറ്റ രീതി അനുസരിച്ചിട്ടാണ് ഒരു സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ അവിടെയുള്ള ജീവനക്കാർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അവിടെ പോയി നമ്മുടെ ആവശ്യങ്ങൾ കഴിയും. അതേപോലെയാണ് ഈ CM ഹോണ്ടയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ വരുന്ന ആളുകൾ ഏറ്റവും നല്ല സംതൃപ്തിയോടെ മുമ്പോട്ട് പോവുകയാണ്. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം വേറെയൊന്നും വേണ്ട, നമ്മൾ വരുമ്പോൾ നമ്മളെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാനും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ആശ്രയിക്കുന്ന സ്ഥിതി ഉണ്ടാവും. നമ്മൾ മസിലും പിടിച്ച് കുറച്ച് ഹുങ്ക് കാണിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു കസ്റ്റമർ മുമ്പോട്ട് വരികയില്ല. ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ 1 വർഷം തന്നെ അത് പൂട്ടുന്ന അവസ്ഥയുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായി 11 വർഷത്തെ തങ്ങളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് പ്രാദേശികമായി ഈ നാട്ടിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അശോകനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബിസിനസ് എന്ന രീതിയിൽ മാത്രമല്ല, പ്രാദേശികമായും തൻ്റെതായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഈ CM ഹോണ്ടയിലൂടെ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ താൻ പ്രതിനിധീകരിക്കുന്ന ചില സംഘടനയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പരിപാടികളും ആസൂത്രണം ചെയ്യാൻ സാധിക്കുകയും അതനുസരിച്ച് ആ സംഘടനയെ തന്നെ ഇന്ന് പാനൂർ മേഖലയിൽ ഏറ്റവും വലിയൊരു സംഘടനയായി മാറ്റാനും സാംസ്കാരിക സംഘടനയും സാമൂഹിക സംഘടനയായി മാറ്റാനും സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനമുണ്ടായാൽ ചിലപ്പോൾ ഈ CM ഹോണ്ട ഇന്ന് കാണുന്ന രീതിയിലല്ല, ഇനിയും അങ്ങോട്ട് ഇതേ രീതിയിൽ കൂട്ടായ്മയുടെ പ്രവർത്തനം ഒറ്റക്കെട്ടായി അവിടെ മാനേജിംഗ് ഡയറക്ടർ എന്നോ ജീവനക്കാർ എന്നോ നിലയിൽ നോക്കാതെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാനേജ്മെന്റ് മുമ്പോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ 11 വർഷം കടന്നുപോയത്. ഇനിയും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ CM എന്ന ആപ്തവാക്യത്തിന്റെ മുമ്പിൽ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ സമ്മതത്തോടെ ഒന്നുകൂടി ഉദ്ഘാടന സെഷനിലെത്താൻ ലേറ്റായതിന്റെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളായ പാനൂർ മുനിസിപ്പൽ കൗൺസിൽ ശ്രീ പ്രവീൺ PK, പ്രിയപ്പെട്ട സജിലത മാഡം, അതുപോലെ തന്നെ തിലകൻ മാസ്റ്റർ, അതുല്യ, സോനു പവിത്രൻ, ഷിനോജ് KP, പ്രിയപ്പെട്ട എൻ്റെ അഭിമുഖമായി നിൽക്കുന്ന ഗുരുതുല്യരായിട്ടുള്ള യങ് മൈൻഡ്സ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട മറ്റു സുഹൃത്തുക്കളെ,
നാട്ടുകാരെ, നമുക്കറിയാം ഇന്നത്തെ ഈ സമയത്തിൻ്റെ പ്രത്യേകത. ഇന്ന് ദീപാവലിയാണ്. ദീപം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക ദിവസം. നമുക്ക് ഇടതുവശത്ത് നമുക്ക് കാണാം ഇരുടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. അതാണ് അയോധ്യയിലേക്ക് രാവണനെ തിന്മയെ അടിച്ചമർത്തിക്കൊണ്ട് നന്മ കൊണ്ട് ശ്രീരാമൻ കടന്നു വരുന്ന ആ ഒരു അവസ്ഥയെ ആ അവസ്ഥയെ പ്രതികരിച്ചാണ് ഈ ദീപാവലി ദിവസം നിൽക്കുന്നത്. ദീപാവലിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ദിവസം, അതുപോലെ തന്നെ പ്രതീക്ഷയുടെ ദിവസം, ഹോപ്പാണ്, ഹോപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ഗോഡസ് ലക്ഷ്മിയുടെ ദിവസമാണ്, അതായത് സാമ്പത്തികം, നമുക്കറിയാലോ, പ്രോസ്പെറിറ്റി. അങ്ങനെ അനേകം മഹത്വങ്ങളുള്ള ഒരു പ്രത്യേക ദിവസത്തിലാണ് CM ഹോണ്ട ഇന്ന് അവരുടെ വാർഷിക ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാനൂരിൽ 11 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിസരം നമുക്കറിയാം. വള്ളങ്ങാട് പരിസരത്തിൽ നോക്കിയാൽ പ്രത്യേകിച്ച് നമുക്കൊരു പെട്രോൾ പമ്പുണ്ട്. അത് കഴിഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് ഒരു വെളിച്ചമായി CM ഹോണ്ട ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. ഈ ആളൊഴിഞ്ഞ ഒരു ബിൽഡിംഗ്, ഈ ബിൽഡിംഗ് ആദ്യമേ ഉണ്ടായിരുന്നു അതൊരു ഭാഗം. ആ ആളൊഴിഞ്ഞ ബിൽഡിങ്ങിനൊരു നാഥൻ വന്നത് CM ഹോണ്ട വന്നപ്പോഴാണ്. ആ CM ഹോണ്ട ഇവിടെ വന്നത് മുതലാണ് ഈ പ്രദേശത്തിന് ഒരു അഭിവൃദ്ധി കൂടുതലായിട്ടുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടനുബന്ധിച്ച് പിന്നീടാണ് മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഈ പ്രദേശത്ത് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ CM ഹോണ്ട ഇവിടെ കടന്നു വന്നപ്പോൾ തന്നെ ഞാനൊരു സ്കൂട്ടർ വാങ്ങിയിരുന്നു, ആക്റ്റീവ. അത് ഇന്നും വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് അത് വെക്കുന്നത് വരെ ഒരാൾ ചോദിച്ചു. കാരണം 10 വർഷം ആയി അത് വാങ്ങിച്ചിട്ട്. ഇപ്പോഴും അതിന് വില പറയാൻ നാട്ടിൽ ആളുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് ഇത്തരത്തിൽ നമുക്ക് പാനൂരിൽ തന്നെ അക്കാലത്ത് ഈ 2 വീലർ ആക്റ്റീവയൊക്കെ നമുക്ക് കിട്ടാൻ കാരണമായി. അതോടൊപ്പം ഈ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാൻ തുടങ്ങി. പിന്നീട് എന്താണ്, ഈ സ്ഥാപനം നടത്തുന്നവരുടെ മറ്റു പരിശ്രമങ്ങൾ, അനുബന്ധ സർവീസുകൾ ഒക്കെ വന്ന് നാട്ടുകാർക്ക് അതോട് ഉപകാരമുണ്ടായി. മാത്രമല്ല, അങ്ങനെ ഒരു സ്ഥാപനം വന്നപ്പോൾ അതിൻ്റെ അനുബന്ധമായി മറ്റു പല സ്ഥാപനങ്ങളും ഈ പ്രദേശത്ത് വന്നു. അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു സർവ്വതോന്മുഖമായ പുരോഗതിക്കാണ് നമ്മുടെ അശോകൻ മാസ്റ്റർ, ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ. അദ്ദേഹം ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായി നല്ലൊരു അധ്യാപകനായിരുന്നു. പിന്നീട് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായി വളരെ അദ്ദേഹത്തിന് സാമ്പത്തിക മേഖലയിലും മാനേജ്മെൻറ്റ് വൈദഗ്ധ്യവും ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്താണ്, അതിന് മറ്റൊരു വശവും കൂടിയുണ്ട്. അദ്ദേഹത്തിന് പല മാജിക്കും അറിയാം. അത്തരത്തിലുള്ള മാജിക്കുകൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് അശോക മാഷെ പറയാം. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുക വഴി നമ്മുടെ നാട്ടിനുണ്ടായ മാറ്റം ആണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഒരു സൂചികയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അനവധി സ്ഥാപനങ്ങൾ കടന്നു വന്നാൽ ഈ നാടിനാകെ വെളിച്ചമാകും എന്ന ഒരു സൂചികയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മൊകേരി പഞ്ചായത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ആക്റ്റീവായി പോസിറ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ ആ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംരംഭങ്ങൾ വരുമ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഈ പഞ്ചായത്തിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അദ്ദേഹം വികസന കമ്മിറ്റി ചെയർമാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവണം എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. പല പഞ്ചായത്തുകളിലും ഇത്തരം സംരംഭങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള വിലങ്ങുതടികൾ ഇടുന്നത് കാണാം. പല പ്രശ്നങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക് പോലും പുസ്തകങ്ങൾ എടുത്തു വെച്ച് നിയമങ്ങളും അതിനെ കീറി മുറിച്ചുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് കാണാം. നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കീറി മുറിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു സംരംഭവും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് വലിയവൻ. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ അത് മാനുഷികമായി പരിഗണന നൽകിക്കഴിഞ്ഞാൽ, മാനുഷികമായി പരിഗണന നൽകിക്കൊണ്ട്
അതിനെ കൊണ്ട് നടക്കാൻ വേണ്ടി എന്നാൽ അതൊരു അപകടകരമായ അവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഗുണം പഞ്ചായത്തിനുമാണ്, നാട്ടിലെ ജനങ്ങൾക്കുമെല്ലാമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു മുൻഗണന കൊടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാനൂർ മുനിസിപ്പൽ കൗൺസിലർ പ്രവീൺ അവർകളോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇത്തരം സംരംഭങ്ങൾ നാടിന് വലിയ മുതൽക്കൂട്ടാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ദീപാവലി ദിവസം ഈ 11ാമത് വാർഷികം ആഘോഷം നടത്തുന്ന വേളയിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് CM ഹോണ്ടയ്ക്ക് ഇനിയും ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാവട്ടെ. ഇതൊരു വലിയ സംരംഭം, വലിയ വലിയ മേഖലകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന, ഉയർച്ചയിലേക്ക് മുന്നോട്ട് കുതിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയ സുഹൃത്തുക്കളെ, ദീപാവലി നാളിൽ നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിവസമായി ഇന്ന് തന്നെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ 11ാം വാർഷികം ആഘോഷിക്കാൻ ഇവർ കാണിച്ച ഉത്സാഹം, ഈ ഒരു സ്ഥാപനം ഇനിയും നല്ല ഉയരങ്ങളിലേക്ക് എത്തി നമ്മുടെ നാടിൻ്റെയും പഞ്ചായത്തിൻ്റെയും തന്നെ ഉയർച്ചയിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ ഒരു സ്ഥാപനത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മുകേരി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KV മുകുന്ദൻ സർ, എൻ്റെ സുഹൃത്തും അധ്യാപകനുമായിരിക്കുന്ന പാനൂർ മുനിസിപ്പൽ കൗൺസിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രവീൺ മാഷ്, അതുപോലെ സ്വാഗതം ആശംസിച്ച എൻ്റെ സുഹൃത്ത് T. അശോകൻ മാഷ്, അതുപോലെ യങ് മൈൻഡ്സ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ അഡ്വക്കേറ്റ് നാസർ സാർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, തികച്ചും അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് സൂചിപ്പിക്കുന്നതിന് മുമ്പേ ഞാനും എൻ്റെ കൂട്ടുകാരും മുന്നിലിരിക്കുന്ന കുറേ കൂട്ടുകാരും ഇവിടെ എത്താനുണ്ടായ ഒരു സാഹചര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചടങ്ങിലേക്ക്, എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ചൊക്ലി ഓറിയന്റൽ ഹൈസ്കൂളിൽ പഠിച്ച് അവിടെ തന്നെ അധ്യാപകനായി മാറിയ ശ്രീ അശോകൻ മാഷ്, അവിടെ തന്നെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാനും. എൻ്റെ കൂടെയുള്ള ഒരു ടീം ഇവിടെയുണ്ട്. ഈ ഓറിയന്റൽ ഹൈസ്കൂളിലെ ടീം എല്ലാവരും എത്തിയിട്ടുണ്ട്. കാരണം ആ ഓറിയന്റൽ സ്കൂളിൽ അവിടെ പഠിച്ച് അധ്യാപകനായി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കൗൺസിലർ പ്രവീൺ സർ പറഞ്ഞതുപോലെ നമുക്ക് നാടിന് അത്യാവശ്യം സംരംഭങ്ങളാണ്. കാരണം അഭ്യസ്തവിദ്യരായ ധാരാളം ചെറുപ്പക്കാര് വിദേശങ്ങളിലേക്ക് പോവുകയാണ്. 60 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതൊരു വലിയൊരു വൈരുദ്ധ്യമല്ലേ? കാരണം ആധുനിക ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ കായിക ശക്തിക്ക് ഒരു പ്രസക്തിയുമില്ല. എല്ലാം യന്ത്രങ്ങളും അതുപോലെ AI സാങ്കേതിക വിദ്യയൊക്കെ വന്നു കഴിഞ്ഞു. എല്ലാം മനുഷ്യന്റെ കായിക ശക്തി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ആട്ടിൻകുട്ടിയുടെ ശക്തി പോലും മനുഷ്യനില്ല. ഒരു പട്ടി ഓടിക്കഴിഞ്ഞാൽ തിരിഞ്ഞോടാനേ നമുക്കറിയും, അതിനെ പ്രതിരോധിക്കാൻ നമുക്കറിയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇവിടുത്തെ കായിക ശക്തിക്ക് വേണ്ടിയിട്ട് 60 ലക്ഷം ആളുകൾ ഇവിടെ വരുമ്പോൾ എവിടെയും ഒരു പോരായ്മയില്ലേ? നമുക്ക് അത്തരത്തിലുള്ള എങ്ങനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് കൺസ്ട്രക്ഷൻ മേഖലയിലായാലും, ലോകത്തെല്ലാവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നില്ലേ? എവിടെയെങ്കിലും ഇതുപോലെ കോൺക്രീറ്റ് കുഴച്ച് പിന്നെ തലച്ചുമടായിട്ട് കൊണ്ടുപോയിട്ടൊന്നും എവിടെയും നടക്കുന്നൊന്നുമില്ല. അതൊക്കെ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് പോയിട്ട് അത് പമ്പിങ് കൂടെയാണ് നടക്കുന്നത്. എല്ലാ കൺസ്ട്രക്ഷൻ മേഖലയിലും അങ്ങനെയാണ്. ആരും ബുർജ് ഖലീഫ നിർമ്മിച്ചത് അങ്ങനെയൊന്നുമല്ല. അപ്പൊ ലോകത്തിന് മുന്നിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ധാരാളം മാതൃക കാണിച്ചെടുക്കാനുണ്ട്. പക്ഷേ അതിലെവിടെയൊക്കെയോ പോരായ്മകളുണ്ട്. അത് നമ്മളുടെ കുട്ടികളെ, ഞാനടക്കമുള്ള അശോക് മാഷ് അടക്കമുള്ളവർ അധ്യാപകരാണ്. ഞങ്ങൾ ക്ലാസ് റൂമിൽ അതിൻ്റെ കുറേ കോൺസെപ്റ്റ്സും അതൊക്കെ പഠിപ്പിക്കും. ഇപ്പം പലപ്പോഴും ചില ആൾ ചോദിക്കും,
നിങ്ങൾ എന്തിനാ ഞങ്ങളെ A+B² പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് എവിടെയാണ് ഇത് ഉപകരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ A+B² എന്താണ്? അതാണ് അതിൻ്റെ ബേസ്. അതിൽ നിന്നാണ് ഉയർന്നിട്ട് ഇവർ പോയത്. അപ്പോൾ അത്തരത്തിൽ ഈ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ഓറിയന്റൽ ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ടി വന്നു അശോകൻ മാഷ്ക്ക്. അല്ലേ, അതൊരു പോരായ്മയല്ലേ? എത്ര ചെറുപ്പക്കാരുണ്ടായിരുന്നു ഇവിടെ? ആരെങ്കിലും തുടങ്ങിയോ? അതുപോലെ പവിയേട്ടനും രണ്ടുപേരും ചേർന്ന് ഇവിടെ തുടങ്ങി. അപ്പൊ ഇതൊരു മാതൃകയാണ്. ഈ ഒരു സംരംഭം മാതൃകയായിട്ട് എടുക്കണം. നമുക്ക് നാട്ടിൽ ധാരാളം എന്റർപ്രണർഷിപ്പ് വേണം. വ്യവസായ വകുപ്പിൽ ധാരാളം ഫണ്ടുകൾ സബ്സിഡിയായി കൊടുക്കുന്നു എന്റർപ്രണർഷിപ്പിന്. അതിന് ആദ്യം എന്താ പറയുക 50% സബ്സിഡി കൊടുക്കുകയാണ്. എന്നിട്ട് പോലും ആരും നമ്മളിതിന് മുന്നിട്ട് ഇറങ്ങുന്നില്ല. അതിൻ്റെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ധൈര്യസമേതം ഇറങ്ങുകയും ഒരു അധ്യാപകനായി വന്ന് അദ്ദേഹം തൊട്ട മേഖലയെല്ലാം പൊന്നാക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഓറിയന്റൽ ഹൈസ്കൂളിൻ്റെ മെഗാ അലുമിനി നടന്നപ്പോൾ അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി ഒരു മാസം നീണ്ടുന്ന പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചത് അശോകൻ മാഷായിരുന്നു. അങ്ങനെ മികച്ച ഒരു നേതൃത്വ പാഠമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് ഇവിടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് കാണുന്നത്. ഉത്തരോത്തരം അത് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ചെറുപ്പക്കാർ അധികം ഇല്ല, എന്നാലും ഞങ്ങളൊക്കെ 35 വർഷത്തോളം അധ്യാപക വൃത്തി ചെയ്ത് പല മേഖലയിലുണ്ട്. പക്ഷേ നാട്ടിലില്ല, എല്ലാവരും വിദേശത്താണ്. അവരെ നമുക്കിവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് നമ്മുടെ പോരായ്മ തന്നെയാണ്. അപ്പോൾ ഇതൊരു വെളിച്ചമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് CM ഹോണ്ടയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പുറത്താണുള്ളത്, അതുകൊണ്ട് അച്ഛൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത്. സോ ഇന്ന് നമ്മുടെ ഹോണ്ടയുടെ 11ാമത്തെ ആനിവേഴ്സറി ആണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ആദ്യത്തെ 1ാമത്തെ വർഷം മുതൽ 11ാമത്തെ വാർഷികം വരെയുള്ള നമ്മുടെ ആ ഒരു സ്റ്റാറ്റിക് ലെവൽ, ഈ ടെക്നിക്കൽ പരമായും സർവീസ് പരമായും എല്ലാത്തരമായിട്ടും നമ്മുടെ ഈ ഹോണ്ട നല്ലൊരു മികച്ച ഒരു കാഴ്ചയാണ് വെച്ചത്. അതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇനി വരുന്ന ടെക്നിക്കൽ പരമായിട്ടുള്ള നമ്മളെ കുറേ കാര്യങ്ങൾ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വരുന്നുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളെല്ലാവരും നമ്മൾ മുന്നോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയി ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹോണ്ടയുടെ വകം എൻ്റെ വകം ആശംസകൾ നേരുന്നു. നന്ദി. ഇവിടെ സ്വാഗത ആശംസിച്ച അശോകൻ മാസ്റ്റർ, മാനേജിംഗ് ഡയറക്ടർ, അവർക്ക് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തിയ മുകുന്ദൻ സാറിനും ഉദ്ഘാടനം നടത്തിയ പ്രവീൺ സാറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെയും എൻ്റെ സ്ഥാപനത്തിനെയും നന്ദി അറിയിക്കുന്നു. ഇവിടെ ആശംസ അറിയിച്ച നാസർ സാർ, പിന്നെ സജീലത വാർഡ് മെമ്പർ, പിന്നെ തിലകൻ മാസ്റ്റർ, പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു.